വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വിയറ്റ്നാം പ്രധാനമന്ത്രി വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പ്രധാനമന്ത്രി ലേ മിൻ ഹോങ് കർശന നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ 15 ഭാരതീയർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് കൃത്യമായ വൈദ്യസഹായം ലഭിച്ചില്ലെന്ന ആരോപണവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഐസൺ ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൺ, ഈ കൃത്യമായ വൈദ്യസഹായവും മറ്റും എത്തിക്കാത്തതാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയത് എന്ന വിമർശനം ഒരു ഭാഗത്തുണ്ടല്ലോ. ഇപ്പോൾ ഈ വിയറ്റ്നാം പ്രധാനമന്ത്രി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഏത് രീതിയിലുള്ള അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത്? ഗൗതം, ലേ മിൻ ഹോങ് ഉത്തരവിട്ടിരിക്കുന്നത് ഒരു വിശദമായ അന്വേഷണത്തിനാണ്. മാത്രമല്ല, ഉത്തരവിൽ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നത് കുറ്റവാളികളെ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയവർക്കെല്ലാം തന്നെ കർശനമായ നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്ന കൃത്യമായൊരു നിലപാട് തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടത്തട്ടെ, അന്വേഷണം നടത്തിയതിന് ശേഷം നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലുള്ള ചില വൈദ്യസഹായം ലഭ്യമാക്കുന്നതിലെ വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടുകളൊക്കെ എല്ലാം പുറത്തു വരുന്നത്. 15 പേരുടെ മരണമാണ്, 15 ഭാരതീയരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഈ 15 ഭാരതീയരിൽ 2 പേർ മലയാളികളും 3 പേർ ആന്ധ്രയിൽ നിന്നുള്ളവരും 10 പേർ തമിഴ്നാട്ടിലുള്ളവരുമായിരുന്നു. ഇത്തരത്തിൽ 15 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ മരണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയിലേക്ക് പരിശോധിച്ചപ്പോഴാണ് സ്വാഭാവികമായും ഈ തീരപ്രദേശങ്ങളെ, അതിൻ്റെ തീരങ്ങളിലൊന്നും തന്നെ മതിയായ സുരക്ഷകൾ ഒരുക്കുന്ന ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. അതായത് മെഡിക്കൽ സഹായം ആവശ്യഘട്ടങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരണസാധ്യത വർദ്ധിക്കുകയും മരണം കൂടുതൽ സംഭവിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പേർ, അതായത് ഈ അപകടത്തിൽപ്പെട്ട 2 ഭാരതീയർ ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അനാസ്ഥയുണ്ടായി എന്നൊരു സൂചന വരുന്നത്. അത്തരം ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന അതിനായി വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ തീരത്ത് നിന്ന് 300 മീറ്റർ അകലെ മാത്രമാണ് ഈ അപകടം സംഭവിച്ചത്. എന്നിട്ടും കൃത്യമായ രക്ഷാദൗത്യം എത്താൻ സാധിക്കാത്തൊരു സാഹചര്യം, ഇത്തരത്തിലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വലിയ തോതിലുള്ള ജനങ്ങൾ വരുന്നൊരു പ്രദേശത്ത് കാര്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന ചില പ്രാഥമിക നിരീക്ഷണങ്ങൾ പുറത്തു വന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. വിയറ്റ്നാം ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിയറ്റ്നാം പ്രധാനമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഐസനാണ് ചേർന്നത്.